വലിയ ആവേശത്തിലാണ് കോഴിക്കോട് ജില്ല. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഏതായാലും ഇന്ന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് 12 ഇടങ്ങളിലാണ് കേന്ദ്രീകൃതമായ കൊട്ടിക്കലാശം ഉണ്ടാവുക. പേരാമ്പ്രയെ നിലവിൽ അതിൽ നിന്ന് സർവകക്ഷി യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പേരാമ്പ്രയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശം ഉണ്ടാകില്ല. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബാണ് എനിക്കൊപ്പം ചേരുന്നത്. മെഹബൂബ്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ? ഇന്ന് കൊട്ടിക്കലാശമാണ്. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരമേൽക്കും എന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായി ആ സർക്കാരിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരു ജില്ലയാണ് കോഴിക്കോട്. അതിനേക്കാൾ ഏറെ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റും അതിന് പുറത്ത് വടകരയും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൊടുവള്ളി വലിയ മുന്നേറ്റമാണ് കാണുന്നത്. കൊടുവള്ളിയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച വലിയ സ്വീകാര്യത ഞങ്ങൾ കാണുന്നുണ്ട്. 13 സീറ്റും നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ഒരുപാട് വികസന നേട്ടങ്ങൾ കോഴിക്കോടിനായി പ്രത്യേകിച്ച് ഈ തുരങ്കപാത ഉൾപ്പെടെ നമ്മളുടെ സ്വപ്ന പദ്ധതിയാണ്. അത് ആളുകൾക്ക് മുമ്പിലേക്ക് എത്തുന്നു. മലയോര ഹൈവേ ഉണ്ട്. അങ്ങനെ ഇതുവരെ കേരളം കാണാത്ത വികസന പദ്ധതികൾ കോഴിക്കോടിനും ആ രീതിയിൽ തന്നെയല്ലേ? അതന്നെയല്ലേ നമ്മുടെ പ്രചാരണം ആളുകൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞതും അത് തന്നെ ആയിരുന്നില്ലേ? ഞങ്ങൾ കോഴിക്കോട്ടുകാർ കരുതുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് കോഴിക്കോട് ജില്ലയിലാണെന്നാണ്. കോഴിക്കോട് ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോഴും ഓരോ MLA മാരും 2250 കോടി 2450 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്ന കണക്കുകളും നടത്തിയ പ്രവൃത്തികളും ആണ് നിങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ മുമ്പാകെ തന്നെ 2 കൈയുമുയർത്തി ഈ വികസനത്തിൻ്റെ പട്ടിക ഞങ്ങൾ നിരത്തിയിട്ടുണ്ട്. കോഴിക്കോട് വലിയ രീതിയിൽ, കോഴിക്കോടിന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ കോഴിക്കോട് ബീച്ച് ലോകം ശ്രദ്ധേയമായ ബീച്ചാക്കി മാറ്റിയതിൽ ടൂറിസം മന്ത്രിക്കും കേരള ഗവൺമെൻറ്റിനും വലിയ പങ്കാണ്. ഇന്ന് നിങ്ങൾക്ക് കാണാം, എല്ലാ ദിവസവും ആഴ്ചയിൽ കോഴിക്കോട് ബീച്ച് ജനനിമിഷമാണ്. കോഴിക്കോട് ബീച്ചിലേക്ക് വൈകുന്നേരം 5 മണിക്ക് കടന്നാൽ ജനങ്ങൾ ആകെ തിക്കും തിരക്കുമാണ് അവിടെ കാണാൻ കഴിയുക. അത് പുലർച്ചെ 4 മണി വരെയും ആ തിക്കും തിരക്കും മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിൽ ടൂറിസത്തിൻ്റെ ആകർഷണീയതയും ടൂറിസത്തെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഓരോ മേഖലകളിലും നമ്മളെടുത്ത് പരിശോധിച്ചാൽ വികസനത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നത്. മെഹബൂബ്, നമ്മളെല്ലാ മണ്ഡലങ്ങളിലും നല്ല രീതിയിലുള്ള പ്രചാരണം നടന്നു. ആളുകൾ വലിയ ആവേശത്തിലാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നമ്മൾ മതനിരപേക്ഷത പിടിച്ചു അതേ രീതിയിൽ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടാണ് ആളുകളെ മുൻപോട്ട് കൊണ്ടുപോകുന്നതും കേരളത്തെ നയിക്കുന്നതും. പക്ഷേ പേരാമ്പ്രയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അത് കേരള രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ചർച്ച എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചിലർ മാറ്റിമറിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ നേതൃത്വവും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്പോൺസേഡ് കാൻഡിഡേറ്റാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി അവർക്കുള്ള ബന്ധം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി വളരെ പരസ്യമായി UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് കൺവെൻഷൻ വിളിച്ചു ചേർത്തതും ആ കൺവെൻഷനിലേക്ക് സ്ഥാനാർത്ഥി പോകുമ്പോൾ സ്ഥാനാർത്ഥിയെ മറ്റേതോ കോണുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് അസുഖം അഭിനയിച്ച് അവർ പിന്മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഉള്ള പരിപാടികളിലെല്ലാം അവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ക്വാഡുകൾ ഞങ്ങൾക്കെതിരായി വളരെ കൃത്യമായി വർഗീയ വിഷം ഇറക്കി വിട്ടുകൊണ്ടുള്ള പ്രചരണം അവിടെ നടത്തുന്നുണ്ട്. മറ്റൊരു മണ്ഡലങ്ങളിലും നമുക്കത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പേരാമ്പ്രയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പേരാമ്പ്രയിൽ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയായിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം UDF നടത്തുന്നതായിട്ടും ഞങ്ങൾ പറഞ്ഞത്. എന്തൊക്കെ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിലുള്ള മറുപടി പേരാമ്പ്ര ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും UDFന് കൊടുക്കും. അങ്ങനെ തന്നെയല്ലേ കാണാൻ സാധിക്കും? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിനകത്ത്
മതനിരപേക്ഷത മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. ആ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതേപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വഹിച്ച പങ്ക് ചരിത്രം വേണ്ട, നമ്മുടെ ഓർമ്മയിൽ നിന്നെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മതനിരപേക്ഷത ഇവിടെ തെളിവായി ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഡസൻ കണക്കിനല്ല നൂറുകണക്കിന് വർഗീയ കലാപങ്ങൾ ഉണ്ടായെന്ന് പറയാൻ കഴിയും. എന്നാൽ ഒരു വർഗീയ കലാപവുമില്ലാതെ എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന പ്രദേശമായി കേരളം മാറിയിരിക്കുകയാണ്. കേരളം അതിൻ്റെ വലിയ ഉദാഹരണമായി ലോകത്തിന് മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യവും മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയ്ക്കെതിരായുള്ള വർഗീയ ഷീട്ടിറക്കിക്കൊണ്ട് കളിക്കുന്ന BJPയും UDFും തമ്മിലുള്ള രഹസ്യവേഴ്ചയും അവരെല്ലാം നമുക്കറിയാം, ഓരോ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ മൊത്തമായി ജനങ്ങൾക്ക് വേണ്ടി എതിർക്കേണ്ട ഒരു കാര്യത്തിനും UDF ഈ കാലയളവിൽ കേന്ദ്ര സർക്കാരിനെതിരായി ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും മുണ്ടക്കൈ വിഷയത്തിനകത്ത് ഒരൊറ്റ വാക്ക് പോലും പറയാൻ വേണ്ടി തയ്യാറായില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര MP കോൺഗ്രസിനുണ്ട് നമുക്കറിയാം. എന്നാൽ പാർലമെൻറ്റിനകത്ത് ഒരു വാക്ക് പറയാൻ അവർ തയ്യാറായിട്ടില്ല. അവിടെ കോൺഗ്രസും അതേപോലെ തന്നെ BJPയും ഒന്നാണ്, ഒരു നാണയത്തിൻ്റെ അച്ചും പുള്ളിയുമാണ്. അത് ഇന്ന് പറയുന്നതല്ല, ഞങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ കേരളത്തിലുണ്ട്. അവർ തീർച്ചയായും പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള വോട്ട് കൂടിയായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് മാറും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ചരിത്രപരമായ മുന്നേറ്റം ഉണ്ടാക്കും മണ്ഡലത്തിൽ. തീർച്ചയായും ചരിത്രപരമായ മുന്നേറ്റം ഉണ്ടാക്കും. വളരെ അഭിമാനത്തോടെയും പൂർണ്ണ വിശ്വാസത്തോടെയുമാണ് ഞാനിത് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തും ഉയർത്തിക്കാണിച്ചു നിന്നിട്ടുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുള്ള വിജയം ഞങ്ങൾ നേടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ നന്ദി മെഹബൂബ് ഏതായാലും സിന്ദൂരി അത് തന്നെയാണ്. അതായത് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു കോഴിക്കോട് പോലുള്ള ഒരു മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ ഇത്തവണ തിരിച്ചു പിടിക്കും എന്ന പ്രതീക്ഷ കൂടി CPM ജില്ലാ സെക്രട്ടറി പങ്കുവയ്ക്കുന്നു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നിലപാട് തന്നെയാണ് എക്കാലവും CPM സ്വീകരിച്ചത്. ഏതായാലും ജനങ്ങൾ അതൊക്കെ തന്നെ മനസ്സിലാക്കി ഇത്തവണയും LDFനൊപ്പം പ്രതീക്ഷ തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി പങ്കുവയ്ക്കുന്നത്.